ഹലോ, നല്ല ഇരുട്ടായ സമയത്തായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതിപ്പോഴും നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നത്. അതിൻ്റെ ഇടയിൽ അപ്പുറത്തോടെ ഒരാൾ വരുന്നുണ്ട്. അത് നമ്മുടെ അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ വളർത്തുന്നതൊന്നല്ല, ഇങ്ങനെ വന്ന് പെട്ടതാണ്. 2 പേര് വിരുന്നുകാരെ പോലെ വന്നിട്ട് ഇപ്പോൾ വീട്ടുകാരായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാട്ടാ. ഓടിക്കയറി പോയി. ഇത് അത്രയ്ക്ക് എടുത്തിട്ടില്ല കേട്ടോ, വേറെ ഒരെണ്ണമുണ്ട്. അത് നല്ല അടുപ്പായ അകത്തൊക്കെ ആയിപ്പോൾ ആൾ ഭയങ്കര കുഴപ്പമൊന്നുമില്ല, ശല്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡ്, നമ്മൾ അപ്പുറത്ത് 2 സൈഡിലാണ് നമ്മുടെ തോട്ടം എന്ന് പറഞ്ഞില്ല, അതിലൊരു സൈഡ് നമ്മൾ ക്ലീൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പുറത്തെ സൈഡ് അപ്പോൾ ഞാൻ ആ വീഡിയോയിലുണ്ടായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ സൈഡ് ചെറിയൊരു പോർഷനാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ചെയ്തിട്ടില്ല. നമുക്ക് ഈ കുർബാന സീസണൊക്കെ ഉള്ളതിൽ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ആകത്താൽ ഇതിങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഈ വർക്ക്. അപ്പോൾ നമ്മളത് ഇനി അപ്പോഴേക്കും അവിടെ പുല്ല് മുളച്ചു. നമ്മൾ പുല്ലൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ വീണ്ടും മുളച്ചു. ഇനി അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇരിക്കണം. ഇന്ന് കാണിച്ചു തരാൻ വന്നത് ഇത് ഈ സാധനമായിട്ടാ. ഡ്രാഗൺ ഫ്രൂട്ടാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അത് വിരിഞ്ഞിട്ടുണ്ട്, കണ്ട പൂവ്. അത് ഈ നേരത്തെ ഇരുട്ടായി തുടങ്ങുമ്പോഴാണ് അത് വിരിയുള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഇരുട്ടാവുന്നതിനനുസരിച്ച് നല്ല വലുപ്പം വയ്ക്കും. അത് പക്ഷേ ഭയങ്കര ഇരുട്ടായിരിക്കില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തായിട്ടാ. ഇപ്പോഴും നല്ല ഇരുട്ടാണ്, എന്നാലും നമുക്ക് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി വിരിഞ്ഞുണ്ടല്ലോ, അത് കാണിച്ചത്. അതൊരെണ്ണം കൊഴിഞ്ഞ് പൂവാറായതായിട്ട് അതിന് കായായിക്കോളും. അപ്പുറത്ത് ഒരെണ്ണം വിരിയാനുണ്ട്. ഇത് വിരിഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്തെ ഇടയിലൊരു പൂ വിരിഞ്ഞിട്ടുണ്ട്. അത് അധികം വെളിച്ചില്ലാതെ തന്നെ കാണാൻ പറ്റണില്ല. അതിന് മുമ്പ് നമുക്ക് ഒരെണ്ണം വിരിഞ്ഞ് കായായിട്ടുള്ളത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കായായി, ഉള്ളിൽ റെഡ് തന്നെയാണ് കേട്ടോ, പക്ഷെ പഴുത്തിട്ടില്ല, മൂത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ള് കരിമ്പച്ച കളർ മാറി റെഡാവുമ്പോൾ അത് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഇനി ഈ പൂവ് കണ്ടിട്ടില്ലാത്തവർക്ക് കാണിച്ചു തരാനായിട്ട് കണ്ട നല്ല വലിപ്പം വയ്ക്കും, വലിയ പൂവാട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഒരെണ്ണം ഉള്ളൂ കേട്ടോ, 2 കടയാണ് ശരിക്കും വെക്കേണ്ടത്. അങ്ങനെയാണ് കുറേ ഉണ്ടാവും. ഇതിപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കുറേ കൊഴിഞ്ഞ് പോയി വന്നിട്ട് നമുക്കിപ്പോൾ ഈ കിട്ടിയതാണ് ഇത്. ഇതിന് മുമ്പ് 2-3 വട്ടം ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഇതും ഇപ്പോൾ പൂ വിരിയണതിന് മുമ്പ് എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കേക്കിൻ്റെ എന്നുള്ള കാരണത്താലും നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വിരിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാൻ എടുത്തതാണിത്. ഇതിപ്പോൾ സീസണാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സെപ്റ്റംബർ ഒക്കെ മാസത്തിലായിരുന്നു. ഇതിപ്പോൾ ഉണ്ടായിട്ടുണ്ട്, എന്തായാലും കുറേ ഉണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നന്നായി പഴുത്തിട്ട് പൊട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.